ഹായ്, വെൽക്കം ടു ക്രാഫ്റ്റ് ട്രീ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോക്സ് ആണ്. ഫോക്സ് ചെയ്യാനായിട്ട് ഒരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പറാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിൽ A4 സൈസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഡയഗണലി കട്ട് ചെയ്യുക. ഈ സൈഡ് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കീറിയെടുക്കാം. അപ്പം 2 സ്ക്വയർ ഷീറ്റ്സ് കിട്ടും. ഇതിനെ വീണ്ടും ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അത് ചെയ്യാനായിട്ട് ഒരു സ്ക്വയർ പേപ്പർ അതിനെ ഡയഗണലി കട്ട് ഫോൾഡ് ചെയ്യാം. പോയിൻറ്റ്സ് ഒക്കെ നല്ല ഷാർപ്പായിട്ട് വേണം, ഒരേപോലെ. വീണ്ടും അതിനെ ഡയഗണലി ചെയ്യുക. ഓപ്പൺ ചെയ്യും. ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ഫോൾഡ് ചെയ്യും. ഈ പേപ്പറിനെ നേരെ തിരിക്കുക. എന്നിട്ട് ഇത് മുകളിലോട്ട് വരുന്നത് പോലെ വെച്ച് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പം ഈ ലൈൻ സ്ട്രെയിറ്റ് ആണോ നോക്കുക, ഈ ലൈനും സ്ട്രെയിറ്റ് ആണോ നോക്കുക. അതിനുശേഷം ഈ എൻഡ് ഉണ്ടല്ലോ, ഇതിനെ ഇപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്യാം. ഇതാ ഈ ഒരു എൻഡ് ഈ സൈഡിൽ കൊണ്ടുവന്ന് ചേരുക. കറക്റ്റ് അതുപോലെ ഫോൾഡ് ചെയ്യുക. ഓപ്പൺ ചെയ്യാം. നേരെ തിരിച്ചും ഈ ഒരു എൻഡ് ഈ ലൈനിൻ്റെ അവിടെ കൊണ്ടുവന്ന് ചേരുക. അപ്പം കറക്റ്റായിട്ട് നോക്കണം, സ്ട്രെയിറ്റ് ആയിട്ടാണോ, ഈ എഡ്ജ് കറക്റ്റായിട്ടാണോ, ഈ എഡ്ജ് കറക്റ്റായിട്ടാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓപ്പൺ ചെയ്യാം. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു ഫോൾഡ്, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫോൾഡാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് കണ്ടോ, ഇങ്ങനൊരു ഫോൾഡ് വേണം, ഇങ്ങനെ. അപ്പം അതിനെ ഈ സെൻറ്ററിൽ ഇവിടെ പിടിച്ചുകൊണ്ട് ഈ ഒരു ഹോൾ ഓപ്പൺ ചെയ്ത് ഡയഗണലി അകത്തെ ലൈനിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ലൈനിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുക. ഓപ്പൺ ചെയ്തു, ഇവിടെ പിടിച്ച് ഇനി ഇങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റ് എഡ്ജിൽ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതിവിടെ പ്ലേസ് ചെയ്യുമ്പം ഈ എഡ്ജ്, ഈ ലൈനും ഈ ലൈനും സ്ട്രെയിറ്റ് ആണോ നോക്കുക. അതിനുശേഷം ഈ ഒരു പേപ്പറിനെ തിരിച്ചിപ്പുറത്തേക്ക് മടക്കുക. മടക്കി അതേപോലെ തന്നെ ഈ സൈഡ് ചെയ്യാൻ വേറൊരു എളുപ്പ വഴി പറയാം. ദാണ്ട് ഈ സൈഡ് ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ സെൻറ്ററിൽ കൂടി മടക്കിയതിന് ശേഷം ഇതിനെ നമുക്കൊന്നും കൂടെ ഈ സെൻറ്റർ വരുന്നത് പോലെ മടക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു സെൻറ്റർ ഭാഗം പിടിച്ചുകൊണ്ട് ഇതിനെ ഇതാണ്ട് കണ്ടോ, ഇതുപോലെ കൊണ്ടുവന്ന് ഈ കോർണർ ശരിയാക്കുക, ഈ എഡ്ജ് ശരിയാക്കി ഇനി ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യും. വീണ്ടും ഇതിനെ ഇപ്പുറത്തെ സൈഡിലോട്ടും കൂടെ വെക്കുക. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഇതിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്യാം. കണ്ടോ,
ഇനി ഇതുപോലെ പ്ലേസ് ചെയ്യാം. കണ്ടോ, ഈ ലൈൻ സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ 90 ഡിഗ്രി വരുന്നത് പോലെ പ്ലേസ് ചെയ്യും. ഇത് പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു എൻഡിൽ കൊണ്ടൊന്ന് മടക്കുക. മടക്കി അതുപോലെ സ്ട്രെയിറ്റ് ആക്കി മടക്കി കൊണ്ടുവന്ന് വെക്കുക. നേരെ തിരിച്ചും ഇതുപോലെ വരും. ഇതിനെ അതുപോലെ തന്നെ ഈ ഒരു എൻഡ് കൊണ്ടൊന്ന് ചേരുന്നത് പോലെ കൊണ്ടുവന്ന് വെച്ച് പ്ലേസ് ചെയ്യും. കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ആയിരിക്കണേ. ഇതുപോലെ വന്നു. അതിനുശേഷം ഈ ഒരു എൻഡിനെ ഓപ്പൺ ചെയ്യാം. ഇതിനകത്തേക്ക് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു ഫോൾഡ് കൊടുക്കുക. തിരിച്ചും ഇപ്പുറത്തെ സൈഡിലോട്ടും അതേപോലെ തന്നെ ഓപ്പൺ ചെയ്ത് 2 സൈഡിലോട്ടാക്കി ഒരു ഫോൾഡ് കൊടുക്കുക. ഇയറിൻ്റെ അവിടെ ഓക്കെ. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്ലാപ്പ് ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്ലാപ്പിനെ ഈ എൻഡ് കൂട്ടിമുട്ടുന്നത് പോലെ ഇവിടെ മടങ്ങുന്നത് പോലെ ഈ എൻഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ടിപ്പ് ശ്രദ്ധിക്കണം. ഇതുപോലെ ഡയഗണലി മടക്കുക. നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഈ കോർണർ വരുന്നത് പോലെ മടക്കുക. ഓപ്പൺ ചെയ്യാം. ഇതിനെ സ്ട്രെയിറ്റ് ആക്കാനായിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്യാം. ഈ ഒരു എൻഡും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം. ഇനി ഈ പീസിനെ ഫോൾഡ് ചെയ്യാം മുകളിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട്. നേരെ ബാക്ക് സൈഡിലേക്ക് കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്യാം. ഇനി ഒരു ടെയിൽ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് ഇത് ഒരു വേ ആണ്. ഇതുപോലെ ടെയിൽ ഇരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഫോക്സ് ആയിട്ട് പ്ലേസ് ചെയ്യാം. ഇനി വേറൊരു ടെയിൽ വെക്കാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ഓപ്പൺ ചെയ്ത് ഈ സൈഡ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഈ കാണുന്ന വാലി ഫോൾഡിനെ മൗണ്ടൻ ഫോൾഡ് ആക്കുക. ഇവിടെ ഓൾറെഡി ഒരു ഫോൾഡ് ഉണ്ട്. അപ്പം അതിനെ മുകളിലോട്ട് കയറ്റി ഈ മൗണ്ടൻ ഫോൾഡ് വാലി ഫോൾഡ് ആക്കുക. അതേപോലെ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് ഇതുപോലെ മൗണ്ടൻ ഫോൾഡ് ആക്കിക്കൊണ്ട് ഇതിനകത്തേക്ക് കയറ്റി പ്ലേസ് ചെയ്യും. ഓക്കെ. ഇനി ഇതിനൊരു കണ്ണും ഒരു മൂക്കും വരയ്ക്കും. ഈ സൈഡിലും പേനയിട്ട് വരച്ചാലും മതി. കണ്ടോ. ഇനി ടെയിലിൻ്റെ ഇവിടെ ഒരു ഫോൾഡൊക്കെ കൊടുക്കാം. ഫോൾഡ് കൊടുത്തില്ലെങ്കിലും ആ ഷേപ്പ് ഇത് കണ്ടോ, പ്ലീറ്റ് ഫോൾഡ് കൊടുക്കുക. അപ്പോൾ പ്ലീറ്റ് ഫോൾഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്
ബേസിക്സ് ഓഫ് ഓറിഗാമി എന്ന് പറയുന്ന വീഡിയോയ്ക്കകത്തുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഓറിഗാമി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.